മോഹൻലാലിന്റെ ഓരോ പുതിയ സിനിമകൾ പ്രഖ്യാപിക്കുമ്പോഴും നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരേ ഒരു സിനിമയ്ക്ക് തന്നെയാണ്. ഇനി ആദ്യം വരാൻ പോകുന്ന അതിമനോഹരമെന്ന തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിക്കുന്ന രണ്ടാം സിനിമയിൽ ആ ഒരു ചിത്രത്തിനുണ്ടാകുന്ന ഹൈപ്പ് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. തുടരും എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ അതേ ക്രൂവും സെറ്റപ്പുകളുമെല്ലാം വരുമ്പോൾ മോഹൻലാലിനെ തരുൺമൂർത്തി ഏതു വിധത്തിൽ അവതരിപ്പിക്കുന്നു എന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളി പ്രേക്ഷകരും. അപ്പോഴാണ് ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗിലേക്ക് ചിത്രം കടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഉടനെ തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷേ ഇത്തവണ ലൊക്കേഷൻ തൊടുപുഴയൊന്നുമല്ല, ഇത്തവണ ലൊക്കേഷൻ ശബരിമലയാണ്. എന്നാൽ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട അനുമതിയാണ് പ്രശ്നമായിരിക്കുന്നത്. മോഹൻലാൽ ചിത്രം അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് സന്നിധാനത്ത് നടക്കില്ല എന്നാണ് റിപ്പോർട്ട്. ഷൂട്ടിങ്ങിന് വനം വകുപ്പ് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഏറ്റവും പുതിയ ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് നടപടി. ക്ഷേത്രം ഉൾപ്പെടുന്ന ഭാഗം പെരിയാർ കടുവ സങ്കേതത്തിലാണ്. എന്നാൽ പമ്പ വരെയുള്ള റാന്നി വനം വകുപ്പ് ഡിവിഷൻ ഭാഗത്ത് അനുമതി നൽകിയിട്ടുണ്ട്. അവിടങ്ങളിൽ നാളെ ഷൂട്ടിംഗ് നടക്കും. മോഹൻലാൽ ചിത്രത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നു. തരുൺമൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. മീര ജാസ്മിനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. മീര ജാസ്മിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഈ ചിത്രത്തിന്റേതായി അടുത്തിടയ്ക്കാണ് പൂർത്തിയായത്. ഇനി മോഹൻലാലിന്റെ ഭാഗങ്ങളാണ് ചിത്രീകരിക്കാനുള്ളത്. എന്നാൽ ശബരിമല ഭാഗത്ത് എന്തായിരിക്കും ചിത്രീകരിക്കുക എന്നതായിരുന്നു വലിയ ചോദ്യം. ദേവസ്വം മന്ത്രി പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭക്തിയുടെയും പുരാണത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ചിത്രങ്ങൾ മാത്രമേ അവിടെ ചിത്രീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ്. അല്ലാത്ത സിനിമകൾക്ക് അനുവാദം ഇല്ല എന്ന് പറയുമ്പോൾ ഈ ചിത്രം അല്ലാത്ത സിനിമ തന്നെയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗണത്തിൽ വരുന്ന ചിത്രമെന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ലവലജൻ എന്ന പോലീസ് കഥാപാത്രമായി മോഹൻലാൽ ശബരിമലയിൽ എത്തുന്നത് ഒരു വ്യത്യസ്ത കാഴ്ചയുമാണ്. മോഹൻലാൽ ശബരിമലയിൽ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അതിശയത്തോടെ കാണാൻ കഴിയുന്ന ഒരു സംഭവമായിരിക്കും. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോലും ശബരിമലയിലെ സ്വാമിമാർക്കിടയിൽ നിൽക്കുന്ന ലവ്ലജനെ തന്നെയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ സെറ്റ് ഇടേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ പമ്പയുടെ ഭാഗങ്ങളിലൊക്കെ ഷൂട്ടിംഗ് അനുമതിയുണ്ട് എന്നതും ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ ഇനി സ്ക്രിപ്റ്റിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നും പ്രേക്ഷകരുടെ അനുമാനമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ചിത്രത്തിന്റെ ഡബ്ബിംഗ് ആരംഭിച്ചു എന്ന വിവരങ്ങളും പങ്കുവെക്കുന്നുണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. എന്തായാലും അതിമനോഹരം എന്ന സിനിമയുടെ ശബരിമല ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് 2 സ്ഥലങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്, പമ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടത്താനാണ് കോടതി അനുമതി നൽകിയത്. നിബന്ധനകളോടെ അനുമതി ആകാം എന്ന് റാന്നി DFO കോടതിയെ അറിയിച്ചിരുന്നു. പെരിയാർ ടൈഗർ റിസർവ് ഭാഗത്ത് ഷൂട്ടിംഗ് അനുവദിക്കാനാവില്ലെന്ന് DFO വ്യക്തമാക്കിയിരുന്നു. ചിത്രീകരണം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആകരുതെന്നും വനം, വന്യജീവി, പരിസ്ഥിതി എന്നിവയ്ക്ക് യാതൊരു കോട്ടവും ഉണ്ടാക്കരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഷൂട്ടിംഗ് വനം വകുപ്പ് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ചിത്രമാണ് അതിമനോഹരം. ഡിസംബർ റിലീസായാണ് ചിത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പലരും അഭിപ്രായപ്പെടുന്നത് ഈ ഒരു ഡിസംബർ മാസത്തെ റിലീസ് മാറ്റിവെക്കണം എന്ന രീതിയിലാണ്. കാരണം ഓവർസീസിൽ ഈ ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ക്ലാഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചത്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും മീര ജാസ്മിനും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിന് മികച്ച പ്രശംസകളായിരുന്നു ലഭിച്ചിരുന്നത്. അതേസമയം മലയാള സിനിമയിലെ വമ്പൻ വിജയമായിരുന്ന തുടരുമെന്ന ചിത്രത്തിന് ശേഷം അടുത്ത ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രമാണ് അതിമനോഹരം എന്നതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പാണ് ചിത്രത്തിന്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യമായി എത്തുന്ന ലാലേട്ടൻ സിനിമ കൂടിയാണിത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെ ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജികുമാറാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജേക്സ് ബിജോയ് തന്നെയാണ്. സഹസംവിധാനം വിനു പപ്പു, എഡിറ്റിംഗ് വിവേക് ഹർഷൻ, സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്, ആർട്ട് ഡയറക്ഷൻ ഗോകുൽദാസ്, കോസ്റ്റ്യൂം മഷർ ഹംസ എന്നു തുടങ്ങിയ മികച്ചൊരു ക്രൂ കൂടി ഈ ചിത്രത്തിന്റെ ബാക്കിലുണ്ട്.